ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ സന്തോഷത്തിൻ്റെ മനോഹരമായ പാട്ടുകളിലൂടെ ആശ്വാസം കണ്ടെത്തുന്ന ദിവസമാണ്, മ്യൂസിക് തെറാപ്പിയുടെ ദിവസമാണ്. സോ ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ നമുക്ക് വേണ്ടി നൽകുന്നത് അനിൽകുമാർ സാറാണ്. വളരെ മനോഹരമായ പാട്ടുകളാണ്, എല്ലാവർക്കും പാടാൻ പറ്റുന്ന, എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന പാട്ടുകളാണ്. അതിനു മുമ്പ് നമുക്ക് തീർച്ചയായിട്ടും പ്രിയങ്കരനായ കിഷോർ കുമാർ, ഹിന്ദിയിലെ, നമ്മൾ മലയാളത്തിലും പാട്ടുകൾ പാടിയിട്ടുണ്ട്, അദ്ദേഹത്തെ നമുക്കൊന്ന് ഓർമ്മിക്കാം. അതിനുവേണ്ടി തീർച്ചയായിട്ടും അനിൽകുമാർ സാർ റെഡിയാണ്. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ പാട്ടുവിശേഷത്തിൽ വീണ്ടും ഒരു മഹാനായ ഗായകനെ കൂടെ നമുക്കൊക്കെ സ്മരിക്കാനുള്ള വീണ്ടും ഒരു അവസരം എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കിഷോർ കുമാറിനെ കുറിച്ച് കൂടുതൽ എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാം. കിഷോർ കുമാറിനെ കുറിച്ച് പറഞ്ഞാൽ അതെല്ലാം കൂടുതലായിപ്പോൾ. അതുകൊണ്ട് കിഷോർ കുമാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാരണം കൂടുതലായിട്ട് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ലാത്തതാണ്. അദ്ദേഹം ഏതാണ്ട് 38 വർഷമായി നമ്മളെയൊക്കെ വിട്ടുപോയിട്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കിഷോർ കുമാറിൻ്റെ പാട്ടുകൾക്കുള്ള ഒരു സൗകൗമാര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എപ്പോൾ കേട്ടാലും പുതുതാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പാട്ടുകളുടെ കോലാഹലങ്ങളിലൊക്കെയുള്ള പാട്ടുകളുടെ ഇടയിൽ കിഷോർ കുമാറിൻ്റെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനിപ്പോഴും ഒരു പുതുമയുണ്ട്. അതൊക്കെ നമ്മളെ പഴയകാല നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഓഗസ്റ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 38 വർഷങ്ങൾക്ക് മുൻപേ കിഷോർ കുമാർ എന്ന് പറയാം, കിഷോർ ദാ എന്നാണ് എല്ലാവരുടെയും വിളിക്കുന്നത്. കിഷോർ ദാ എന്നൊക്കെയാണ് വളരെ സ്നേഹപൂർവ്വമായിട്ട്. ഇന്ത്യയിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ. അദ്ദേഹത്തിന് അത് സംഭവത്തിന് അത്ര സൗകുമാര്യമോ അത്ര ഒരു ജോളിയായിട്ടുള്ള ആളായിരുന്നു. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിന വേളയിൽ ആഘോഷിക്കാറുണ്ട്. പല പ്രോഗ്രാംസും ഒക്കെ നടത്തിയിരുന്നു ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളും അദ്ദേഹത്തെ ഓർമ്മിക്കാനും ഒക്കെ ആയിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ പല പ്രോഗ്രാംസും നടക്കാറുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലും പാട്ടുവിശേഷത്തിലൂടെ ഇങ്ങനെയുള്ള മഹാന്മാരായ കലാകാരന്മാരെയൊക്കെ നമ്മളും ഓർക്കാറുണ്ട്, അവരുടെ പാട്ടുകൾ പാടാറുണ്ട്, അവരെ ആദരിക്കാറുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്കും ഇന്ന് കിഷോർ കുമാർ ദായെ നമുക്കൂടെ ഒന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഈ വേളയിൽ നമുക്കൂടെ ഒക്കെ ഒന്ന് ഓർക്കാം. प्यार दीवाना होता है, मस्ताना होता है, हर खुशी से हर गम से बेगाना होता है. കിഷോർ കുമാർ എന്ന അതുല്യ ഗായകൻ കാലയവനിക്കുള്ളിൽ മറഞ്ഞിട്ട് വർഷം 38. ഇന്ന് ഒരു ഇതിഹാസത്തെ ഓർക്കാൻ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ ഹൃദയമിടിപ്പായി മാറിയ കിഷോർ കുമാറിൻ്റെ ജന്മദിനം ഒരിക്കൽ കൂടി ഓർക്കുക കൂടിയാണ് നാം ചെയ്യുന്നത്. ലോകത്തിന് സമ്മാനിച്ച ഒരു ഈണമാണ് അദ്ദേഹം. ഈ ദിവസം മാറ്റിനി ഫ്രീ വെബിനാറിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഈ ട്രിബ്യൂട്ട് സമർപ്പിക്കുന്നു. കിഷോർ കുമാർ ഒരു ഗായകനേക്കാൾ കൂടുതലായിരുന്നു. അദ്ദേഹം ഒരു കഥാകാരൻ, അഭിനേതാവ്, മാനസിക അവസ്ഥകളുടെ മാന്ത്രികൻ എന്നിങ്ങനെ വിശേഷങ്ങൾ ഏറെയാണ്. ഓരോ കുറിപ്പിലും അദ്ദേഹം വികാരങ്ങൾ വരച്ചു. സന്തോഷം, ദുഃഖം, സ്നേഹം, അഭിലാഷം, ചിരി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഒരു കുട്ടിയെ പോലെ നൃത്തം ചെയ്യാനും, ഒരു കാമുകനെ പോലെ വേദനിക്കാനും, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പോലെ ഒഴുകാനും കഴിയുമായിരുന്നു. മേരെ സപ്നോം കി റാണിയുടെ ആകർഷണീയത മുതൽ സിന്ദഗി ക സഫർ
എന്നതിൻ്റെ വേദനാജനകമായ ആഴം വരെ കിഷോർദാർ നമുക്ക് കേട്ടില്ലാത്ത എത്രയോ ഗാനങ്ങളാണ് നൽകിയത്. അവ അനുഭവപ്പെടുകയായിരുന്നു. ആ ഗാനങ്ങൾ ഏകാന്തതയിൽ നമ്മുടെ കൂട്ടാളികളായി, സന്തോഷത്തിൽ ആഘോഷങ്ങളായി, നിശബ്ദതയിൽ പ്രതിധ്വനികളായി മാറി. ഇന്നും അദ്ദേഹത്തിൻ്റെ സംഗീതം നമ്മുടെ ജീവിതത്തിലൂടെ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, കാലാതീതവും ജീവനുള്ളതുമായ ഗാനങ്ങളിലൂടെ. ഈ പ്രത്യേക ദിനത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുക മാത്രമല്ല, അദ്ദേഹം നമ്മളോടൊപ്പം പാടുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹൃദയങ്ങൾ തുറക്കാം, കിഷോർ കുമാറിന്റെ അനശ്വരമായ ഈ ശബ്ദത്തെ ആഘോഷിക്കാം. ഒരിക്കലും വാർദ്ധക്യം പ്രാപിക്കാത്ത ഒരു ശബ്ദം, ഒരിക്കലും വിട്ടുപോകാത്ത ഒരു ആത്മാവ്. ജന്മദിന ഓർമ്മകൾ കിഷോർദാർ. നമ്മൾ കേൾക്കുന്ന ഓരോ സ്വരത്തിലും, അങ്ങയുടെ പാട്ടുകൾ കൊണ്ടുവരുന്ന ഓരോ പുഞ്ചിരിയിലും അങ്ങ് ജീവിക്കുകയാണ്. കിഷോർ മൗനത്തിലേക്ക് ഒരിക്കലും അപ്രത്യക്ഷമാകുന്നില്ല, മറിച്ച് നക്ഷത്ര പാളികളിലേക്ക് ലയിക്കുകയാണ്. ആ ശബ്ദം നമ്മുടെ സ്വപ്നങ്ങളെയും പ്രഭാതങ്ങളെയും ഇടയിൽ മുഴങ്ങി കേൾക്കുകയാണ്. കേൾക്കാം കാതുകൾ കൊണ്ട് മാത്രമല്ല, ഹൃദയത്തോട്. ഓരോ സ്വരത്തിലൂടെയും ഉയരുന്ന ഓരോ സൂര്യത്തിലും അദ്ദേഹം ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു. देखा एक ख्वाब तो ये सिलसिले हुए। तू है वही दिल ने जिसे
अब न कहा तेरे जैसा यार कहाँ ऐसा याराना। मेरे सामने वाली खिड़की में एक चांद का टुकड़ा रहता है, जिंदगी एक सफर है सुहाना। ये दोस्ती हम नहीं तोड़ेंगे। मेरी उम्र के नौजवानों दिल लगाना ओ दीवान। मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब ये रातें ये मौसम नदी का किनारा। मेरे महबूब कयामत होगी। അപ്പോൾ സാബു സാറേ, ഇതായിരുന്നു എനിക്ക് കിഷോർ കുമാറിനുള്ള ഒരു ട്രിബ്യൂട്ട്. അത് ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാൻ പറ്റിയതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ തിരഞ്ഞെടുത്ത ചെറിയ ഒരു 10 പാട്ടുകൾ ഞാൻ കുറച്ച് വരികളായിട്ട് മാത്രം അതിനകത്ത് ചേർത്തിരുന്നു. ഓരോരുത്തരുടെയും ഓരോ ഇഷ്ടങ്ങളായിരിക്കാം. പ്രത്യേകിച്ച് കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ പേഴ്സണലായിട്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് ഗാനങ്ങൾ ഞാൻ ഓരോ വരികൾ മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ കിഷോർ കുമാറിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ ഈ കുറേ ഓർമ്മകൾ നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു പറഞ്ഞുകൊണ്ട് ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഒത്തിരി പാട്ടുകൾ, ഈ പാട്ടുകളെല്ലാം നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മലയാളം ഒരു പാട്ടുണ്ട്, ആ പാട്ടും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഇതിലേക്ക് പോകാം. തീർച്ചയായിട്ടും സാർ. ശരി. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ സാറേ. ഓഡിയോ ചിലപ്പോൾ സാറ് ക്ലിക്ക് ഓ, ചെയ്ത് ഓ, ശരി, ശരി. ഒരു സെക്കൻഡ്. ഒന്നുകൂടെ സാറേ ഓഡിയോ ക്ലിക്ക് ചെയ്തു. ABCD चेतन के डी अनियन से डी अड़ी इड़ी इड़ी ABCD चेतन के डी अनियन से डी अड़ी इड़ी इड़ी. ഇതാണ് അദ്ദേഹത്തിൻ്റെ മലയാള പാട്ട്. സോ എല്ലാവർക്കും സന്തോഷം. ഇപ്പോൾ നമുക്ക് കിഷോർ കുമാറിനെ ഓർക്കാൻ മനോജ് സാറിലൂടെ സാധിച്ചത് വളരെ സന്തോഷം. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ പാട്ട് വിശേഷത്തിൻ്റെ അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പിയുടെ ഇഷ്ടഗാനങ്ങളിലേക്ക് പോവുകയാണ്. കുമാർ സാർ ഇവിടെ ഉണ്ടല്ലോ. കുമാർ സാർ റെഡിയാണോ? വളരെ മനോഹരമായ 4 പാട്ടുകളാണ് സാറ് നമുക്ക് തന്നിരിക്കുന്നത്. ആ 4 പാട്ടുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള പാട്ടുകളാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് സാറിൽ നിന്ന് തന്നെ കേൾക്കാം. പറഞ്ഞോളൂ സാർ. ഏതാ സാറേ? കേൾക്കുന്നേ. ഇത് സാറ് ഇതിനെ ക്ഷണിച്ചതിന് എൻ്റെ നന്ദി ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. അതായത് വലിയൊരു പ്രിപ്പറേഷനിലായി ഞാൻ എൻ്റെ മോടെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് സാറ് പറഞ്ഞത്. പിന്നെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ 4 മണിയായി. അപ്പോൾ എളുപ്പം ആ സമയത്ത് സാറിന് ഇന്നെന്താ പാടാൻ പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഒരുമാതിരിപ്പെട്ട നല്ല പാട്ടുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പാടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ കഴിവതും അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും പാടാൻ പറ്റിയ രീതിയിലുള്ള പാട്ടുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്, പറയുന്നത്. പിന്നെ സാബു സാറുണ്ട്, നമ്മുടെ മുഷാമാമും പിന്നെ മനോജ് സാറും ഒക്കെ ഉണ്ട്. അപ്പം അവർക്കും ഇതിനെപ്പറ്റി പാട്ടുകളെപ്പറ്റി നല്ല അഭിപ്രായം പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ കിടക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ആദ്യം ഇവിടെ കാണിച്ചിരിക്കുന്ന അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്.
ദേവരാജൻ മാസ്റ്റർ മ്യൂസിക്കാണ്. ONV കുറുപ്പ് സാർ എഴുതിയിട്ടുണ്ട്. യേശുദാസ്, ബഹുമാനപ്പെട്ട ഡോക്ടർ KJ യേശുദാസാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ടാണ് പാടുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങി വെക്കാം. ഞാനിത് ഇതായിരുന്നു എവിടെ നിന്നാന്ന് പോലും ഒന്ന് പാടാനും പറ്റിയില്ല എന്നുള്ളതാണ്. ഞാൻ സാധാരണയൊക്കെ പാടുമ്പോഴൊന്നും ശരിക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പാടാറുള്ളത്. അപ്പോൾ ഞാൻ നോക്കട്ടെ. സ്ക്രീനിൽ കാണാമല്ലോ സാർ. തുടങ്ങി മനോജ് സാറേ, ഇതൊന്ന് തുടങ്ങിക്കേ. അപ്പൊ സാറിന്റെ ഏതായാലും അനിൽകുമാർ സാറിന്റെ പാട്ടുകളെല്ലാം തന്നെ അതിമനോഹരമായുള്ള പാട്ടുകളായിരിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല. കാര്യം ആദ്യത്തെ പാട്ട് കാണുമ്പോൾ തന്നെ അറിയാം. സാറിന്റെ എന്താണ് പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും നല്ല ഫീലിങ്ങോടുകൂടി ആണ് സാർ പാടുന്നത്. അത് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. സാറ് പാട്ട് കേൾക്കുമ്പോൾ ഒരു അതിനകത്ത് ഒരു സുഖമുണ്ട്, ഒരു വൈബ്രേറ്റോ സംഗീതപരമായിട്ടൊക്കെ പറഞ്ഞാൽ അങ്ങനെ അറിയാം. നല്ല ശ്രുതിയിലെ സാറ് പാടുകയുള്ളൂ. അങ്ങനെയുള്ള കുറേ പ്രത്യേക അനിൽകുമാർ സാറിൻ്റെ പാട്ടുകൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ സാറ് സെലക്ട് ചെയ്ത ഈ പാട്ട് അതിമനോഹരമായ പാട്ട് തന്നെ, യാതൊരു തർക്കവുമില്ല. ദേവരാജൻ മാസ്റ്റർ കമ്പോസ് ചെയ്താണ്, ONV കുറുപ്പൊക്കെ എഴുതി. അതിമനോഹര വരികളും സംഗീതവും വളരെ ലളിതമാണ്. ഈ പാട്ടിനകത്ത് ഓർക്കസ്ട്രേഷനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള എന്താണ് ദേവരാജൻ മാസ്റ്ററിൻ്റെ ടച്ചുള്ള ഒരു പാട്ട് കൂടിയാണ്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടാണ്. വിരഹം ഒക്കെ പ്രിയതമ അടുത്തില്ലാത്തപ്പോഴൊക്കെ പാടാൻ പറ്റിയ ഒരു പാട്ട് തന്നെയാണ് സാറ് ഇതിനകത്ത് ആദ്യം തന്നെ കൊണ്ടുവരിക. അടുത്ത അനുപല്ലവി വേറെ ആർക്കെങ്കിലും പാടാം, ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രേ പാടുന്നുള്ളൂ. അനിൽകുമാർ, താങ്ക് യു. നല്ലൊരു സോങ് സാറ് ആദ്യമേ സെലക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഹൃദ്യമായ വളരെ സിമ്പിളായിട്ടുള്ള പാട്ടുകൾ. എല്ലാവർക്കും ഈ പാട്ട് ഒരു 4 വരി വീതം പാടാനും പറ്റുമെന്നുള്ള യാതൊരു തർക്കവുമില്ല സാർ. ഓവർ ടു യു സാർ. രാത്രി മഴ പെയ്ത് തോർന്ന നേരം, കുളിർക്കാറ്റിലച്ചാത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നേർത്തുള്ളിതൻ സംഗീതം ഋത്തങ്ങളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൽ ചാരി ചിലച്ച നേരം, വാതിലിൽ ചാരി ചിലച്ച നേരം, ഒരു മാത്ര വീടേ നനച്ചുപോയി, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഓക്കെ, അനിൽകുമാർ സാർ അൺമ്യൂട്ട് ചെയ്ത് പാടിക്കും. അൺമ്യൂട്ട് ചെയ്ത് പാടി. ഓക്കെ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലച്ചാത്തു നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൽ ചാരി
നിലച്ച നേരം വാതിലിൻ ചാരേ നിലച്ച നേരം ഒരു മാത്ര വെറുതെ നിലച്ചു പോയി. ബാക്കിയോട് പാടാവോ? മുറ്റത്ത് ഞാൻ നട്ട ചെമ്പകത്തൈയില് ആദ്യത്തെ മുട്ടുവിരിഞ്ഞ നാളിൽ. ഇനി അടുത്തോട്ട് പാടാം. ഞാൻ ഈ പാട്ട് പറയുമ്പോഴേ ഞാൻ ഈ മുരളി എന്ന് പറഞ്ഞ ആളാണ് ഇതിലെ നായകൻ. എൻ്റെ വൈഫും പുള്ളിയും യൂണിവേഴ്സിറ്റിയിൽ ഒരു സെക്ഷനിലായിരുന്നു. പുള്ളി അന്ന് മിക്കവാറും ഈ നാടകങ്ങളുമായിട്ടൊക്കെ നടക്കുകയാണ്. സിനിമയിൽ അധികം കയറി വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അയാൾ നാടകം കണ്ടിട്ടുണ്ട്, ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ഞാനും വൈഫും ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ ഈ പാട്ടൊക്കെ പോയി സിനിമ പോയി കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല അർത്ഥവത്തായ ഗാനങ്ങളാണ്. നമ്മുടെ ONV സാർ എഴുതി പാട്ടാണ്. നമുക്ക് പിന്നെ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാബു സാറും അവരും പറഞ്ഞ പോലെ 4 ലൈനെങ്കിലും വെച്ച് പാടാൻ നോക്കും മാക്സിമം. ഓക്കെ, ഇനി ആരാണ് പാടുന്നത്? രാജ് സാർ പാടൂ. എല്ലാവർക്കും പാടാൻ കേട്ടോ. പാടാൻ റെഡിയാകുന്നവരൊന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. രാജു സാർ പാടുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. ഇല്ല സാർ ഞാൻ തൊണ്ടവേദനയായിട്ടിരിക്കുക. ഓക്കെ 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 ഓക്കെ. സ്നേഹലത മാം പാടുന്നുണ്ടോ? പാടിയും. സ്നേഹലത മാം പാടിയോ? കേൾക്കുന്നില്ലല്ലോ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിലച്ചാർത്തി ഉലഞ്ഞ നേരം ഇറ്റിറ്റു വീഴുന്ന നീർത്തുള്ളി സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം കാതരയാമൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം. വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നനച്ചുപോയി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇനി ആരാ പാടുന്ന അടുത്തൊരു 4 വരി? ആരും പാടുന്നില്ലേ? ഇന്ന് പാടാൻ ആൾക്കാരില്ലേ? വേണുഗോപാൽ സാർ, റോയ് സാർ വരുന്നുണ്ടോ? റോയ് സാർ പാടിയോ? ഉണ്ടായിരുന്നെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്തസങ്കൽപ്പം തലോടി നിൽക്കേ. ഏതോ പുരാതന പ്രേമകഥയിലെ ഗീതികളിൽ ചിറകടിക്കെ. ഗീതികളിൽ ചിറകടിക്കെ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. വേണുഗോപാൽ സാർ പാടിക്കൂ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു രാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം. രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ
തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീ തുള്ളിതൻ സംഗീതം ഹൃദയതന്ത്രികളിൽ പടർന്ന നേരം ആദരയാമൊരു പക്ഷിതൻ ജാലക വാതിൽ ചാരേ തിലച്ച നേരം വാതിലിൽ ചാരേ തിലച്ച നേരം ഒരു മാത്ര വെറുതെ തിലച്ചുപോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. താങ്ക് യു. സാറേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സാറേ. ആ ഇങ്ങോട്ട്. Yes. ഹൈ പിച്ചിലുള്ളതാണ്, അതുകൊണ്ട് മെയിൽ വോയിസ് ആണ്. അപ്പൊ ഇച്ചിരി കിട്ടുമെന്നറിയില്ല. സ്ലോ ആയി പാടിയാൽ മതി, സ്വല്പം സ്ലോ ആയി പാടിയാൽ മതി, അപ്പൊ ശരിയായിരിക്കും. ഓക്കെ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. രാത്രി മഴ പെയ്ത് തോർന്ന നേരം രാത്രി മഴ പെയ്ത് തോർന്ന നേരം കുളിർ കാറ്റിലില ചാത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിതൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നിനച്ചുപോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. താങ്ക് യു സാർ. ഓക്കെ, ഇനി ആരുള്ള വേറെ പാടാൻ? അൺമ്യൂട്ട് ചെയ്യൂ. അജിത മാമുണ്ട്, ജോഷി സാറുണ്ട്, ജോയി സാറുണ്ട്, ഓമന മാമുണ്ട്, സിതാരയുണ്ട്. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിൽ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ ഗീതികളെന്നിൽ ചിറകടിക്കേ ഒരു മാത്ര വെറുതെ നനച്ചുപോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഓക്കെ, ആർക്കെങ്കിലും ട്രൈ ചെയ്യുന്നോ? യെസ്, അങ്ങനെ നമുക്ക് അടുത്ത പാട്ടി പോകാം. കുമാർ സാർ, അടുത്ത പാട്ടി പോവാം. അടുത്ത പാട്ട് ഹൃദയ സരസിലെ. സൂപ്പർ പാടാണ് സാർ. തന്നെ തുടങ്ങൂ സാറേ. തുടങ്ങാം. യെസ്, ഞാൻ നിർത്തിട്ടെ. യെസ്, തുടങ്ങാണ്.
ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ, എന്നനുരാഗതപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ, എത്ര സമുദ്ര ഹൃദന്തം ചാത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. യെസ്. മനോജ് സാറേ, അതിനെപ്പറ്റി ഒന്ന് Yes. പറഞ്ഞേരേ നിങ്ങൾ ആരിലും ഈ അത് പാടി. ഇതിനു മേലെ എന്ത് പറയാനാണ് സാർ? സാറു ഇത് അതിമനോഹരമായിട്ടല്ലേ എൻ്റെ എന്താണ് എൻ്റെ സംഗതികൾ എന്ന് പറയുന്നത് നമ്മുടെ സംഗീതത്തിന്റെ ഭാഷയിൽ. അപ്പൊ സംഗതികളൊക്കെ കറക്റ്റ് വന്ന പാടിയിൽ വളരെ നന്നായിരുന്നു. സാറിന്റെ എന്താണ് റെൻഡേഷൻ വളരെ നന്നായിട്ടുണ്ട്. സാറേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ ഈ നമ്മള് സ്പീഡ് കൂടി പോകാതെ അല്ലെ, നമ്മുടെ നമുക്ക് പറയാം പൊതുവെ സ്പീഡ് കൂടിയ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പാട്ടിലേക്ക് വരുമ്പോൾ ഇപ്പൊ ആദ്യത്തെ 2 പാട്ടുകളും നമ്മൾ അറിയാതെ അങ്ങ് സ്ലോ ഡൗൺ ആവും. സ്ലോ ഡൗൺ ആയാലേ പാട്ട് ശരിയാവുള്ളൂ. സ്പീഡൊക്കെ മാറ്റി വെക്കണം, വളരെ വളരെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കണം. ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടാണ്. ദക്ഷിണമൂർത്തി സാറ് പാടുന്ന പുഴയിലെ സിനിമ ഗാനമാണിത്. വളരെ ഒരു നൊസ്റ്റാൾജിക്കാണ്. ഇത് കേൾക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി നിങ്ങളുടെ മുമ്പിൽ അത് വിവരിക്കുന്നില്ല, അത്രയ്ക്കും മനോഹരമായ ഒരു പാട്ടാണ്. അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ശ്രീകുമാരൻ തമ്പി പുള്ളിയുടെ ഭാര്യയെ ഓർത്ത് എഴുതിയതാണെന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ട് അറിയത്തില്ല. അത്ര അതിമനോഹരമായ ഒരു ഗാനമാണ്, നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും പാടാം. അതെ, അപ്പൊ ഈ സാബു സാറ് പറഞ്ഞ മാതിരി നമുക്ക് ഈ പാട്ടുകൾ ഈ കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ ഓരോ പാട്ടിനും അതിന്റെ വരികള്, കഥയുടെ എന്താണ് പശ്ചാത്തലം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ സംഗീത സംവിധായകനാണ് ഈ പാട്ടാക്കുന്നത്. വരികൾ പണ്ട് വരികൾ എഴുതി, ഇപ്പൊ ശ്രീകുമാരൻ തമ്പിയൊക്കെ വരികൾ എഴുതി കൊടുത്തിട്ട് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഒക്കെ അടുത്ത് പോയിട്ട് പാട്ട് കമ്പോസ് ചെയ്യുന്ന രീതിയായിരുന്നു പണ്ട്, രാഗങ്ങള്. ഇപ്പൊ നേരെ തിരിച്ചാണ്. ആദ്യം തന്നെ ട്യൂൺ ഉണ്ടാക്കും, ആ ട്യൂണിനനുസരിച്ചിട്ട് വരികൾ എഴുതുന്നതാണ്. അപ്പൊ അന്നത്തെ പാട്ടുകളിലൊക്കെ അതുകൊണ്ടാണ് ഈ സാബു സാറ് പറഞ്ഞ ഈ സ്പീഡും ഈ പാട്ടുകളൊക്കെ കേട്ടാൽ ഒരു കുളിർമ തോന്നുന്നത്. പ്രത്യേകിച്ചും പ്രിയതമയുടെ ഒക്കെയുള്ള ഒരു സ്നേഹമൊക്കെ ഇതിനകത്തെല്ലാം വളരെ വിശദമായിട്ടും വളരെ അതിമനോഹരമായിട്ടുമാണ് ശ്രീകുമാരൻ തമ്പി സാർ എഴുതി. അങ്ങനെയാണ് ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്നൊക്കെ ഉള്ള വരികൾ അതിമനോഹരമായിട്ട് എഴുതി വെച്ചിരുന്നത്. അപ്പൊ ഞാൻ 2 വരി പാടാം സാർ. ആദ്യത്തെ 2 വരി. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ,
ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. അപ്പോൾ അങ്ങനെയാണ് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ടിൽ ആ പാട്ടിൻ്റെ എന്താണ് രാഗം നമുക്ക് അറിയാതെ അതെല്ലായിടത്തും പോയി ടച്ച് ചെയ്ത് മാത്രമേ ഈ നമ്മുടെ സ്വാമികൾ സംഗീതം ചെയ്യാറുള്ളൂ. ഇത് അഭേരി രാഗത്തിലാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ശരിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ രാഗഭാവങ്ങളും ചേർത്താണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓവർ ടു സബു സാർ. താങ്ക് യു. അടുത്ത വരി ഞാൻ പാടാം. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ, എന്നനുരാഗതപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഓക്കെ, ഇനി ആരാ പാടുന്നേ? പാടട്ടെ സാറേ. ആ, പാടും. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, മിഴികളിലേറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ, എത്ര സമുദ്രഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. താങ്ക് യു സാർ. ഞാൻ പാടാം. ഓക്കെ, ആ, ഹലോ. പഠിക്കൂ വേണം പഠിക്കൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, അർദ്ധനിലീത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ, എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ,
രൗദ്രകൃതന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. താങ്ക് യു. ഓക്കെ, ഇനി ആരുള്ള ആ സ്നേഹം? വരികൾ നോക്ക് സാബു സാറേ, അത് തുടങ്ങുന്നത് ആ നല്ല ഇതിൽ തുടങ്ങിയിട്ട് അവസാനം അതിങ്ങനെ ചെസ്റ്റ് വോയിസ് പോലെ എടുക്കണം. ആ വരി അതാണ് എന്റെ പ്രത്യേകത. യെസ്, ഇനി പാടാനുള്ള രൺകുട്ടി ചെയ്തു കേട്ടോ. ജിസ്മിത, ജോഷി സാർ ഒന്നും അനങ്ങുന്നില്ലല്ലോ. ജോയ് സാർ, കുഞ്ഞോയ് മാസ്റ്റർ രണ്ടുപേരി, ഓമന മാം, രമാദേവി, സിത്താര. ഞാൻ പാടട്ടെ സാറേ. ഞാൻ ഈ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. എങ്ങനെ വർക്ക് പ്ലേസിലെ സൂം അലോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ കാണിച്ചേ. പഠിക്കൂ. പനിയാണ്, എന്നാലും പാടുവാ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. ഇത്രയൊക്കെ. ഇപ്പൊ പനി മാറിയിട്ടുണ്ട്. ഞാൻ ഈ പനി കാരണം ഞാൻ ഈ പ്രോഗ്രാം കാണാൻ ഇടയായിരുന്നു. എനിക്ക് ഇതിന് സമയം കിട്ടുന്നത് വീട്ടുകാർ സമ്മതിക്കത്തില്ല ഈ ഫോണൊക്കെ നോക്കാൻ. അതുകൊണ്ട് പ്രോഗ്രാം കണ്ടു. ഓമന മാം പഠിക്കൂ. ഓമന മാം ഒന്ന് പഠിക്കേ. കേൾക്കുന്നില്ലല്ലോ, സൗണ്ട് വരുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. റേഞ്ച് പ്രോബ്ലം ഉണ്ട് അല്ലേ? അതെ സാർ, സൗണ്ട് കേൾക്കുന്നില്ല സാർ. റേഞ്ച് കൂടിയിട്ട്. ഇനി ആരാ പാടുന്നത്? ജോഷി സാറ്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രാജു ഫിലിപ്സാണ് തൊണ്ടവേദന. അത് പാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. മ്യൂസിക് തെറാപ്പിയുടെ ഭാഗം. വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലേ? രണ്ടുപേരോട് നോക്കുന്ന മനോജ് സാർ. ഞാൻ ചെല്ലാം. ഒരു മിനിറ്റ്. പാടിക്കോട്ടെ. എല്ലാവരും പാടിയല്ലോ. രാജു സാർ ഒന്ന് പാടിക്കോട്ടെ. പുഷ്പമേ ഇനിയും കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. മതി സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ഓമനമ്മ പാടിക്കോ. പാടുന്നുണ്ടോ? മ്യൂട്ട് ചെയ്തില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടി പോകാം. അനിൽകുമാർ സാർ, നമുക്ക് അടുത്ത പാട്ടി പോകാം. ഓക്കെ, യെസ്. പ്രാണസഖി സാറിന്റെ തകർപ്പൻ പാട്ടുകളല്ല. പഠിക്കും. നിർത്തട്ടെ. സാറ് സ്ക്രീനിൽ കാണുന്നില്ലേ? ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറുതായി, ഇപ്പം കുഴപ്പമില്ല. ഓക്കെ, എന്തെങ്കിലും എന്നാൽ ഞാൻ പാടിക്കോളാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീതികളിൽ വേണൂതും ആട്ടിടയൻ. പ്രാണസഖി ഞാൻ
എങ്കിലുമെൻ ഓമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ് മഹാൽ ഞാൻ ഉയർത്താം. മായാത്ത മധുര ഗാനമാലിനിയുടെ കൽപ്പടവിൽ മായാത്ത തെറ്റിപ്പോടെ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടു പോകാം പ്രാണസഖി ഞാൻ. പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോക മലർവനിയിൽ ചന്തമേഴും ചന്ദ്രികതൻ ചന്ദന മണിമന്ദിരത്തിൽ സുന്ദര വസന്തരാവിൽ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നും എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി. ഞാൻ ഒരു പാമരനാം പാട്ടുകാരൻ ലോകവീതികളിൽ വേണുമൂതും ആട്ടിടയൻ പ്രാണസഖി ഞാൻ. ഓക്കെ. പരീക്ഷ ഇതാണ് പ്രണയഗാനങ്ങളിലെ ഒരു പ്രത്യേകത കണ്ടോ അനിൽകുമാർ സാറേ? കാര്യം ഇത് പി ഭാസ്കരൻ ആണ് എഴുതിയത്, ബാബുരാജാണ് ഇതിന് സംഗീതം പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് മലയാളത്തിലെ ആദ്യകാല ഗസലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. വരികളിലൂടെ ഗസലുകൾ പൊതുവെ പ്രണയഗാനങ്ങളും പ്രണയിനിയെക്കുറിച്ചുള്ള ഗാനങ്ങളും വിരഹഗാനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അക്കാലത്ത് മലയാള സിനിമയുടെ തുടങ്ങിയ കാലത്ത് പിന്നെ ഇത് പരീക്ഷ എന്ന് പറഞ്ഞ ഫിലിമിലെയാണ്. അപ്പോൾ ആ കാലത്തൊക്കെ പരീക്ഷ അത് തന്നെ. അപ്പോൾ ബാബുരാജ് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒരു ഗസലിൻ്റെ ഒരു ഈണത്തിലും ഗസലിൻ്റെ അതാണ് ഈ പാട്ടുകളൊക്കെ സാബു സാറ് പറയുന്ന ഒരു കാംനെസ് ഉണ്ട്, ഒരു സ്റ്റിൽനെസ് ഉണ്ട്. അതാണ് ഈ പാട്ടുകളിലേക്ക് പ്രത്യേക കാര്യം. അത്രമാത്രം വരികളാണ് അനിൽകുമാർ സാറൊക്കെ ഇത്രമാത്രം എന്താണ് ഹൃദയത്തിൽ നിന്നാണ് ഇതൊക്കെ പാടുന്നത്. പ്രണയവും ഒക്കെ സാറിൻ്റെ ഹൃദയത്തിലും ഒക്കെ ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. അപ്പം അങ്ങനെയാണ് പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വീഥികളിൽ വേണുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലർവനിയിൽ മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൽ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി. ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ പ്രാണസഖി ഞാൻ. അങ്ങനെയാണ് ആ പാട്ട്. സാറേ, ഇത് പ്രണയം തെന്നിക്കുന്ന ആൾക്കാർ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഈ കാമുകി അടുത്ത് ചെല്ലും എന്നുള്ളതാണ്. ലാസ്റ്റൊക്കെ അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആരാ ചെല്ലാത്ത
എത്ര തീർച്ചയായിട്ടും. ഞാൻ ആ പടം കണ്ടില്ല. നമ്മളൊക്കെ വളരെ കുട്ടികളായിരിക്കുമ്പോഴേ ഈ പടം ഓടിയത്. പിന്നെ എല്ലാ പടവും കാണിക്കുകയില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് അതെ അർത്ഥം കൊണ്ട് തന്നെ നമ്മളിത് ഉൾക്കൊള്ളുകയാണ്. എത്ര ഭാവനയാണ്, അതെ, അത് എത്ര തന്നെ. അത് തന്നെയാണല്ലോ രസമാണ്. അനിൽകുമാർ സാറേ വരികളും പറയും. എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ എന്ന് വിളിക്കുകയാണ് പ്രാണസഖിയെ. എങ്ങനെ ചെല്ലാതിരിക്കും സാറേ, നമുക്ക് അങ്ങനെ പ്രത്യേക അതെ അതെ, തീർച്ചയായിട്ടും. അതെ, കവിതാക്കളുടെ ഒക്കെ പ്രത്യേക. ഏതിനുമേ അടുത്ത ആൾക്ക് പാടാം സാർ. ഓക്കെ. ജോഷ് സാർ പാടും. ജോഷ് സാർ. ഞാനേ എക്കോ ഇടും. ഇനി ഒന്ന് പാടി നോക്കി. അടിപൊളിയാ. 2 ഓൺ ചെയ്തിട്ടുണ്ടോ? 2 ഓൺ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ക്ലോസ് ചെയ്യാം. സൗണ്ട് കുറയ്ക്കും. മൈക്ക് ഓഫ് ചെയ്താ, അതിന്റെ സ്പീക്കർ ഓഫ് ചെയ്യും. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇല്ല അതുകൊണ്ട് ഒന്നാ ഞാൻ ഒരെണ്ണം അടിച്ച് കളയാം. ഇനി പഠിക്കൂ. ഇനി പഠിക്കൂ. അപ്പോൾ ഇതിൻ്റെ അകത്തെ വരികളിൽ പറയുന്ന പ്രണയം നമ്മളെ കൊണ്ട് വഴങ്ങാതെ പോയ ഒരു സംഗതിയാണ്. പിന്നെ എന്നെ കുറിച്ച് ഇതിൻ്റെ അകത്തൊരു വാക്കുണ്ട്, പാമരനാം പാട്ടുകാരൻ. അതുകൊണ്ട് ഞാൻ ഈ ആദ്യത്തെ ആ പാട്ടുകളൊക്കെ വന്നപ്പോഴും എല്ലാം നല്ല കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. പക്ഷെ ഞാനത് പാടാൻ നോക്കിയിട്ട് അങ്ങോട്ട് പറ്റിയതുപോലെ തോന്നിയില്ല. അതായിരുന്നു. ഏതായാലും ഇതും പറ്റുന്നതായിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും ഞാൻ ഇത്രയും എണ്ണം സാറ് വിളിച്ച് എന്നെ സഖി കെട്ടതുകൊണ്ട് ഞാനങ്ങ് രണ്ടും കൽപ്പിച്ച് തുടങ്ങുക. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീതികളിൽ വേണുവൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, എങ്കിലുമേ നോമലാക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. സന്തോഷം. ഓക്കെ, വെരി ഗുഡ്. കേട്ടായിരുന്നു. സങ്കൽപ്പത്തിൻ പൊന്നശോകമലർവനിയിൽ ചന്തമേഴും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൽ ഇന്ദ്രനീലമണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീതികളിൽ വേണുതുമാട്ടിടയൻ, പ്രാണസഖി. ഓക്കെ, രാജ് സാർ പഠിക്കും. പഠിക്കും. പ്രാണസഖി
പ്രാണസഖി പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോല വീതികളിൽ വേണൂറും ആട്ടിടയൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ എങ്കിലുമെന്നോ മലാൾക്ക് താമസിക്കാനൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലർവനിയിൽ ചന്തമേഴും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വീതികളിൽ വേണൂതും ആട്ടിടയൻ പ്രാണസഖി ഞാൻ. താങ്ക് യു സർ. ഞാൻ പാടാം. യെസ്, പഠിക്കും. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ ഗാനലോകവീതികളിൽ വേണുപാട്ടിടയൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ എങ്കിലുമെന്നോ മേലാൾക്കു താമസിക്കാനും കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടലിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ പൊന്തി വരും സങ്കൽപ്പത്തിൽ അലവണിയിൽ ചന്തമേഴും ചന്ദ്രികൻ ചന്ദനമണി മന്ദിരത്തിൻ ഉത്തരവസന്തരാവിൽ മണ്ഡപത്തിൽ എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീതികളിൽ വേണുകൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. താങ്ക് യു. റോയ് സാർ.
പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീതികളിൽ വേണൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ എങ്കിലുമെന്തോമരാൾക്കു താമസിക്കാനെൻ കരളിൽ തങ്കത്തിനാവ് കൊണ്ടൊരു താജ്മഹൽ ഞാനിടത്താം മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊല്ലുക പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലവനിയിൽ ചന്തമേടും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൽ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നും താമസിക്കാൻ എൻ്റെ കൂടെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ വേറെ പാടാൻ? ബിനമാം പഠിക്കും. സാർ ഞാൻ പാടാം. ആ എങ്കിലുമെന്നോമലാൽക്കു താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ട് താജുമഹലുയർത്താം മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുഴലിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖിയ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. താങ്ക് യു സർ. ഓക്കെ, ബിനമാം കേൾക്കാമോ? വേറെ ആർക്കും? ജോർജ് സാർ, വേറെ ആർക്കെങ്കിലും ഓമനമാം കേൾക്കുന്നുണ്ടോ? സാറേ ഞാൻ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം. പാടി വെക്കട്ടെ. ആ പഠി. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണൂതുമാട്ടി വെറുമൊരു പാം എങ്കിലുമേ ഇല്ലല്ലേ? കിനാക്കൾ കൊണ്ട് ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാനുണ്ടോ? ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യൂ. ഞാൻ പാടാം സാറേ. അതിനു മുമ്പ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാൻ ആ പേരറിയാലോ, രമാദേവി.
ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പൊ വിശ്രമ ജീവിതം നയിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ഇപ്പം ഈ പനിയായി കിടന്നപ്പോഴാണ് ഈ ചാനൽ ഞാൻ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ കിടന്നപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രോഗ്രാം ഒക്കെ കണ്ടു. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ നല്ലൊരു കാര്യം. അപ്പൊ എനിക്ക് മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കും എവിടെയാ സ്ഥലം എവിടെയാ? പത്തനംതിട്ട പന്തളം. പന്തളം. ഏത് എല്ലാ ദിവസവും വൈകുന്നേരം 7 ഡിപ്പാർട്ട്മെന്റായിരുന്നു മണിക്കുണ്ട് മാഡം? കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുണ്ട്. 7 മണിക്ക് സെയിം ലിങ്കിൽ തന്നെ കയറിയാ പഠിക്കും. മതി. അപ്പൊ എനിക്ക് എല്ലാ ഷെഡ്യൂൾ ഞാൻ കണ്ടു. 5 ദിവസവും എല്ലാ ദിവസവും ആഴ്ച എല്ലാ ദിവസവും ഉണ്ടല്ലേ ഓരോ എല്ലാ ദിവസവും പ്രോഗ്രാം. 7 മണിക്ക്. അപ്പൊ എന്തായാലും അത് വളരെ നല്ല കാര്യം. അപ്പൊ ഞാനിത് കാണണമെന്ന് വിചാരിക്കുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു മാഡം? ഞാൻ KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഓ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീതികളിൽ വേണുതുമാട്ടിടയൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീതികളിൽ വേണുതുമാട്ടിടയൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഓക്കെ, താങ്ക് യു സർ. ഒരു ചെറിയ ഒന്നും കൂടെ സ്ലോ ആക്കി പാടിയാൽ അടിപൊളിയായി. ഓക്കെ, പാടും. ഞാൻ പഠിക്കാത്തൊരു പാട്ടാണ്, എന്നാലും ഇതിന്റെ വരികൾ കേട്ടപ്പോഴേ പാടണമെന്ന് തോന്നുന്നു അല്ലേ? വയ്യ. 2 വരി മാത്രം പഠിക്കും. പ്രാണസഖി പ്രാണസഖി കട്ടായി പോയല്ലോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാൻ? വന്നല്ലോ. അഡ്മിറ്റ് ചെയ്തോളൂ. പോയതാ. പഠിക്കും. പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീതികളിൽ വേണുകുതും മാട്ടിടയൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഓക്കെ, താങ്ക് യു സർ. യെസ്, വെരി ഗുഡ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇനി ഇടയ്ക്ക് ഈ പാട്ടൊന്ന് കേട്ടാൽ മനോഹരമായിട്ട് പാടാൻ പറ്റും. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടാനുണ്ടോ? അനിൽകുമാർ സാർ പോയി. ഒരു പാട്ടും കൂടെ സാറിന്റെ സ്പോൺസർഷിപ്പിലുണ്ട്, നമുക്കതും കൂടെ ഒന്ന് പാടി. ഉണ്ട് സാറുണ്ട്. യെസ്. അപ്പൊ സാർ അടുത്ത പാട്ട് ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ. ശകുന്തള എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതിയ ഗാനം ദേവരാജൻ മാസ്റ്ററാണ് അതിന് സംഗീതം നൽകിയിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ എത്ര ഭാവനാസമ്പന്നമാണ്. പ്രണയവിരഹത്തിൻ്റെ വേദന മുഴുവൻ വയലാർ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതിലെ പാട്ടുകൾ മൂലമാണ് അദ്ദേഹം ഗാനരചനയിൽ ഒന്നാമതായി തീരുന്നത്.
ഈ പാട്ടുകളോടുകൂടിയാണ് എല്ലാവരും അംഗീകരിച്ചത്. ഇനി വയലാറിൻ്റെ മതി എന്നുള്ളതായി എല്ലാ ജനങ്ങളും. അത്രയ്ക്കും അതിമനോഹരമാണ് വിരഹസാന്ദ്രമാകുന്ന ഗാനങ്ങൾ. അതായത് യേശുദാസ് സാർ അത് നല്ല രീതിയിൽ തന്നെ ആസ്വാദക മനസ്സിനെ വിരഹാദ്രമാക്കുന്ന ജെ യേശുദാസ് സാറിൻ്റെ ആലാപനം കൂടെ ആയപ്പോൾ പ്രത്യേക ഒരു സുഖമാണ്, ഒരു അനുഭൂതിയാണ്. അപ്പോൾ അത് തുടങ്ങി വെക്കാം. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ടു മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ താമരയിലകളിൽ അരയന പെൺകൊടി കാമലേഖന മെഴുതുമ്പോൾ നീലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ഓക്കെ സാർ. ഓക്കെ, ഇനി ആരാണ് പാടുന്നത്? റോയ് സാർ, രണ്ടുപേരി. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിയൊറിയുമ്പോൾ ശകുന്തളേ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ടു മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ഓക്കെ, യെസ്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ
കണ്ണഴുതുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ താമരയിലകളിൽ അരയെന്ന പെൺകൊടി കോമലേഖനമെഴുതുമ്പോൾ നീലക്കാടുകൾ മലർവിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താങ്ക് യു. രവി സാർ സാറേ പാടട്ടെ? രവി സാർ പാടുന്നോ? ഓക്കെ ഓക്കെ. രാജ് സാർ ഒന്ന് പഠിക്കില്ല. രവി സാർ പാടും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദസന്ധ്യകൾ മരപുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനമൊരു ഉന്നയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ കൊള്ളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദസന്ധ്യകൾ മരവിരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താങ്ക് യു സർ. ജോഷ് സാറെ പഠിക്കും. താങ്ക് യു. താമരയിലകളിൽ അരയെന്ന പെൺകൊടി കാമലേഖന മെഴുകുമ്പോൾ നീലക്കാടുകൾ മലർമത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശംഖുപുഷ്പം കണ്ണുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദസന്ധ്യകൾ മരപുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിൻ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ഓക്കെ. സാബു സാർ പാടിയില്ലല്ലോ. സാബു സാർ പാടിയില്ല, മനോജ് സാറും ഒക്കെ. മനോജ് സാറെ പഠിക്കും. ഞാൻ പാടാം. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദസന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ വരി കരിവണ്ടു മുരളുമ്പോൾ
നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ഓക്കെ സാർ, താങ്ക് യു. സാധു സാർ പാടിയില്ലോ? കുഞ്ഞി മാസ്റ്റർ രണ്ടുപേരി. വേറെ ആർക്കെങ്കിലും രണ്ടുപേരി പാടാൻ? സാറേ ഞാൻ പാടിക്കോട്ടെ? പാടി. സാറിന്റെ പാട്ട് സെലക്ഷനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞാല് എല്ലാം നല്ല, എന്താ പറയണ്ടേ സാറേ, അർത്ഥം നോക്ക് സാർ. അതിന്റെ താമരയിലെ അരയന്ന പെൺകുടി കാമലേഖനം എഴുതുമ്പോഴും അതുപോലെ തന്നെ അങ്ങനെ അത് മനസ്സിലോർത്തിട്ടാകുമ്പോ നീലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ച് എനിക്ക് ഓർമ്മ വരും. കാരണം ഇപ്പോഴത്തെ പിള്ളേരിങ്ങനെ ഐസ്ക്രീം കഴിക്കുമ്പോഴും കുഴിമന്തി കഴിക്കുമ്പോഴാണ് ഓർമ്മ വരിക. പക്ഷെ കവിഭാവനയില് ആ പണ്ട് ആ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം ഒക്കെയാണെന്നാല് ഭയങ്കര പാട്ട് സെലക്ഷനാ സാറ്. ഞാൻ സാറിനെ നമിച്ചിരിക്കുന്നതാണ് കുമാർ സാറിനെ. താങ്ക് യു. ഞാൻ പാടും സാറേ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താമരയില പ്രേമലേഖനമേഴ് താമരയിലകളിൽ അരയെന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ നീലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താങ്ക് യു സാർ. ശരിയായില്ല. ഞാൻ പാടാം സാറേ, പ്ലീസ്. പഠിക്കൂ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരപുരിഞ്ഞൊരിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരപുരിഞ്ഞൊരിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ.
താമരയിലകളിൽ അരയുന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ നീലക്കാടുകൾ മലർവത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ഓക്കെ, താങ്ക് യു സർ. യെസ്, നല്ല നീളത്തിൽ പാടി, വെരി ഗുഡ്. ഇനി അടുത്ത ആരെങ്കിലും പാടാനുണ്ടോ? ഞാൻ ജോർജ് സാർ ഉണ്ടല്ലോ. ഒന്ന് നോക്കട്ടെ യെസ്. സാറേ, ആ, ഞാനൊന്ന് ബീനമ്മ പാടി പാടിക്കും. നോക്കട്ടെ. ആ, പാടിക്കും. ഹലോ. ബീനമ്മ പാടിക്കും. പാട്ട് മാറിയുന്നുണ്ട് ഇതില്. ആ, ഇതല്ലേ? പാട്ട് മാറ്റിത്തരാം. ഓക്കെ. ശംഖുപുഷ്പം നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശകുന്തളേ ശകുന്തളേ. മാനത്തെ വനജ്യോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താമരയിലകളിൽ അരയന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ നീലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, ജോർജ് സാർ വരൂ. താങ്ക് യു സർ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശകുന്തളേ ശകുന്തളേ. മാനത്തെ വനജോത്സ്യൻ നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ടു മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താമരയിലകളിൽ അരയന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ നീലക്കാടുകൾ മലർവെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. താങ്ക് യു സർ. ഓവർ.
താങ്ക് യു സാർ, താങ്ക് യു. അമന മാം പഠിക്കും, സാർ പഠിക്കും. അമന മാം പാട്ട് ഞാൻ കേൾക്കാം, സാർ പഠിക്കൂ. കേൾക്കുന്നില്ല, പഠിക്കും. സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. പാട്ട് കേൾക്കുന്നില്ലല്ലോ മാം. പാടട്ടെ? ഞാൻ പഠിക്കൂ, പാടില്ല. പഠിക്കൂ. ആ, പഠിക്കൂ. പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരി ചൊരിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ്ന നനക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാമുകിൽ കരിവണ്ടു മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ താമര ഇലകളിൽ അരയെന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ നീലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ ഓർമ്മ വരും. താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും പാടാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ചെയ്യാം. അൽകുമാർ സാർ ഇങ്ങോട്ട് വരും. സാറേ രമാദേവി പഠിക്കും, പഠിക്കും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ടു മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. താമരയിലകളിൽ അരയെന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ നീലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അൽകുമാർ സാർ ഒന്ന് ക്ലോസ് ചെയ്യാവോ? യെസ്. സോ ഇന്ന് അല്ല, ഇന്ന് വളരെ മനോഹരമായ 4 പാട്ടുകൾ അനിൽകുമാർ സാറിന് കേട്ടു. അതോടൊപ്പം നമ്മൾ കിഷോർ കുമാറിൻ്റെ മനോഹരമായ ഒരു ആമുഖവും മനോജ് സാറിന്ന് കേട്ടു.
സോ വളരെ സന്തോഷം. ഇന്ന് ഒത്തിരി പേര് പാടി, പ്രത്യേകിച്ച് പുതിയതായിട്ട് കുറച്ച് പേര് പാടി. വളരെ സന്തോഷം. ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ പാടണമെന്ന് തോന്നും. നമ്മളുടെ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ മാറും. സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പോൾ അതിനിന്ന് പാട്ടുകൾ സെലക്ട് ചെയ്ത അനിൽകുമാർ സാറിന് വളരെ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. അനിൽകുമാർ സാർ ഒന്ന് പറഞ്ഞു നിർത്തിക്കോളൂ. അയ്യോ സാർ, എനിക്കധികം സമയം കിട്ടിയില്ലായിരുന്നു. ഞാൻ 4:30 ആയപ്പോഴാണ് ഇവിടെ വന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും പെട്ടെന്ന് ശരിയാക്കിക്കൊണ്ട് എഴുതിയതാണ്. പിന്നെ എനിക്ക് പിന്നെ ഒരു ഉറച്ച വിശ്വാസം എന്നെ സഹായിക്കാൻ സാബു സാറും അതുപോലെ തന്നെ പാട്ടിനെ പറ്റി നല്ല അറിവുള്ള മനോജ് സാറും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ പോകാമെന്ന് വെച്ചു. അപ്പം ഞാനത് ഈ പാട്ടുകളൊന്നും അധികം പാടിയിട്ടില്ല. ചെറുപ്പത്തിൽ ഇങ്ങനെ പാടിയിട്ടുണ്ട്. നല്ല അതിമനോഹരമായ ഗാനങ്ങളാണ്. അതിനൊരു അനുഭൂതിയോ അതിൻ്റെ ഫീലൊന്നും നമുക്ക് എത്ര കേട്ടാലും മതി വരില്ല. ഇതൊന്നും കേട്ടാലും മതി വരില്ല. നമ്മുടെ വളരെ ഒരു ആശ്വാസം, ഒരു ആനന്ദം ഒക്കെ നമുക്കിത് തരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഭാവനകൾ ഇപ്പോൾ ഇവിടെ കൂടുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾക്കിപ്പം ഭാവനകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ വിരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊന്നും അവർക്ക് അനുഭവിക്കാൻ നേരമില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യം ചെറുപ്പത്തിൽ കിട്ടേണ്ടതാണ്. അപ്പം വളരെ ഭാവനാസുന്ദരമായ ഈ മാതിരിയുള്ള പാട്ടുകൾ അന്ന് നമുക്ക് ജീവിതത്തിൽ കേൾക്കണം. അങ്ങനെ സാബു സാർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കൂടി അത് പ്രകാരം നമ്മുടെ സന്തോഷവും വർദ്ധിക്കും. നമ്മുടെ ജീവിതം അടിപൊളിയാക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച സാബു സാറ്, അതുപോലെ മനോജ് സാറ്, പിന്നെ പാടി എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല എങ്കിലും ഞാൻ പറയാം. റോയ് സാറ്, വേണുഗോപാൽ സാറ്, അതുപോലെ തന്നെ റോയ് ഫിലിപ്പ് സാറ്, പിന്നെ രമാവതി മാം, മീന മാം, ജോഷി സാറ്, പിന്നെ രമ, വേറെ ഒന്നുകൊണ്ട് പേരുടെയൊക്കെ വിട്ടുപോയി, ക്ഷമിക്കണം. ജോർജ് സാറ്, ഞാൻ അത്രയും കുറിച്ച് വെക്കാൻ പറ്റില്ല, ക്ഷമിക്കണം. ബാക്കിയുള്ളവരുടെ പേരൊക്കെ മറന്നുപോയി. ഇത്രയും പേരൊക്കെ പാടി. എന്തായാലും എല്ലാവരും ഞാൻ കേട്ടതിനകത്ത് ഒത്തിരി ശംഖുപുഷ്പമാണ് പാടാൻ ഒത്തിരി പേര് താല്പര്യപ്പെട്ട്. അങ്ങനെ എല്ലാ തരത്തിലും അടിപൊളിയായിരുന്നു. നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു. സാബു സാറിന് ആദ്യമായി തന്നെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ മനോജ് സാറും ഇവിടെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നമുക്കിനിയും കാണാം എന്ന വിശ്വാസത്തോടെ നമുക്ക് നീങ്ങാം. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അവർക്ക് സാബു സാർ. രമാവതി മാം എന്ന് പറയുന്നുണ്ട്. ഒരു മനോജ് സാർ ഒരു സെക്കൻഡ് അൺമ്യൂട്ട് ചെയ്യും. രമാവതി മാം അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യും. സാറേ മോളിവിടെ ഉണ്ട്. അപ്പൊ 4 വരി ഹിന്ദി പാട്ട് പാടിക്കോട്ടെ. ഏത് പാട്ടാ പാടാ? ഹിന്ദിയാണോ? പഠിക്കും. गुपचुप 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 गुप गुपचुप 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 गुप दो दिल मिल रहे हैं मगर चुपके दो दिल मिल रहे हैं मगर चुपके सबको हो रही है, हाँ सबको हो रही है खबर चुपके दो दिल मिल रहे हैं मगर चुपके. Thank you sir. യെസ്, കിഷോർ കുമാറിന് ഒരു നല്ല ട്രിബ്യൂട്ട് അല്ലേ? താങ്ക് യു. നല്ല പാട്ടായിരുന്നു. മനോജ് സാർ. സാബു സാറേ, ഞാന് കിഷോർ കുമാറിന്റെ ട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ടും നമ്മള് കിഷോർ കുമാറിന് വേണ്ടി ഒരു പാട്ട് നമ്മൾ പാടാം സാറേ. സാബു സാറേ, സമയമുണ്ടെങ്കിൽ കിഷോർ കുമാറിന് വേണ്ടി ഒരു പാട്ട്, കുറച്ച് വരികൾ. ഞാന് പ്രൈവറ്റ് ആയിട്ട് അതിന്റെ റെക്കോർഡ് ചെയ്ത ഒരു ട്രാക്കും ഉണ്ട്. ഞാൻ ട്രാക്കോട് പാടാം. ഞാനത് സിംഗ് സാറേ. ഇതിനകത്തൊരു പ്രൊഫഷൻ ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്യുന്നു. ഒന്ന് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സാർ. മനോഹരമായ ട്രിബ്യൂട്ടോടുകൂടി നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നാളെ രാവിലെ നാളെ 7 മണിക്ക് വീണ്ടും മനോജ് സാറിന്റെ മനോഹരമായ ഒരു മോട്ടിവേഷൻ ടോപ്പിക് കൂടെ കേൾക്കാം. സോ ഇന്ന് എല്ലാവർക്കും സന്തോഷം. സന്തോഷത്തിന്റെ പാട്ടുകൾ കേട്ട് തീർച്ചയായിട്ടും അനിൽകുമാർ സാർ പറഞ്ഞ പോലെ നല്ല ഒരു പോസിറ്റീവ് ഹോർമോൺ, ഒരു ഡോപ്പമൈൻ്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാടാൻ കഴിഞ്ഞില്ല എന്ന് ആരും പറയത്തില്ല. എനിക്ക് തോന്നുന്നു സിത്താരാമൻ മാത്രമേ പാടാത്തുള്ളൂ. ബാക്കി എല്ലാവരും നല്ലോണം ട്രൈ ചെയ്തു. എനിവേ, താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് ഗുഡ് നൈറ്റ്.
ആ സാറേ സിത്താരിയാണേ. ആ എനിക്ക് അങ്ങനെ ഇങ്ങനെ പാടാനൊന്നും അറിയില്ല സാറേ. പിന്നെ ഒരു ചമ്മലുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ പാടാൻ അറിയാം. ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ പാടുന്നത്? ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ പാടുന്നത്? ഞങ്ങൾക്ക് ചുമ്മാ അങ്ങ് പാടുമല്ലേ. അല്ല പക്ഷെങ്കില് ഇവിടെ ഇരുന്നു കൊണ്ട് ആ ലൈൻസ് ഒക്കെ നോക്കി അവരെ കൂടെ ഇങ്ങനെ ഞാൻ പാടി ആസ്വദിച്ച്. സാറേ ഈ പറയുന്ന ആള് കാസർഗോഡുകാരിയാണോ സാറേ? ആര്? കാസർഗോഡ് ജില്ലക്കാരിയാണോ? അല്ല കണ്ണൂര്. കണ്ണൂര്. എന്നാലും അതന്നെ സ്ലാങ് കേൾക്കുമ്പോ കണ്ണൂര് കാസർഗോഡ് അതിന്റെ അപ്പുറം പോവില്ല. ഇത് ആദ്യമേ മാം നല്ലോണം പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാതെ പാടും. ഇപ്പൊ കുഞ്ഞോയി മാസ്റ്റർ വരെ പാടി. എനിക്കറിയാം മാസ്റ്റർ ഒന്നും അങ്ങനെ പാടുന്നതല്ല. പിന്നെ അല്ല കുറച്ചു നേരം ഞാനിങ്ങനെ ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഉണ്ടായത്. കുറച്ചു നേരം ഗസ്റ്റ് വന്നതുകൊണ്ട് അതിലും ആയിപ്പോയി. പിന്നെ അവർക്കെല്ലാം കുടിക്കാനെല്ലാം അപ്പൊ കൊടുത്ത്. അടുത്ത ഞായറാഴ്ച വീണ്ടും പാട്ടുമായിട്ട് വരും. അപ്പൊ നമുക്ക് ഓക്കെ. പക്ഷേ സാബു സാറിന്റെ ഈ പരിപാടിയിൽ ഗസ്റ്റ് എല്ലാം ആരുണ്ടെങ്കിലും അതിനെല്ലാം മറികടക്കാൻ നമുക്ക് സാധിച്ചു. ഞാൻ താഴെ പോയിട്ടാകുമ്പോ മോനും മോളും മക്കളെല്ലാം ഇടപെടുന്നതായിട്ട് മോളില് ബെഡ്റൂമിൽ പോയി കൂട്ടണ്ടേ. അപ്പൊ അവിടുന്ന് ഇടപെടുന്നോണ്ട് മോളെ ബെഡ്റൂമിലേക്ക് വന്നു. അവിടുന്ന് വീണ്ടും അങ്ങോട്ട് പോയി. ഞാൻ ഓട്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചായ എല്ലാം കൊടുക്കാനെല്ലാം നിന്നു. അങ്ങനെ കുറച്ച് സമയം ഇതിനകത്ത് ഇതായി കഴിഞ്ഞു. കുഴപ്പമില്ല. ഇതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ കേട്ടോളൂ. റെക്കോർഡിങ്സ് കേട്ടു. അപ്പൊ നമുക്ക് അതും പ്രയോജനകരമാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ വളരെ സിമ്പിൾ പാട്ടുകൾ മാത്രമേ പാടാറുള്ളൂ. സെലക്ട് ചെയ്യുക. എല്ലാവരുടെ ഇഷ്ട ഗാനങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളും പ്രസന്റ് ചെയ്യാം. ഓക്കെ. അപ്പം നാളെ വീണ്ടും 7 മണിക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.